നമസ്കാരം, ഞാൻ സജീഷ് ഗോവിന്ദൻ. വീട്ടിലേക്ക് വാഹനം എങ്ങനെയാണ് കറക്റ്റായിട്ട് കയറ്റേണ്ടത്, കാർ പോർച്ചിൽ നിന്ന് എങ്ങനെയാണ് വാഹനം കറക്റ്റായിട്ട് ഇറക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഓരോ വീടിൻ്റെയും കാർ പോർച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അവിടേക്ക് കറക്റ്റായിട്ട് കയറ്റാനും ഇറക്കാനും ഒക്കെ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. ഒരുപക്ഷെ നമ്മളുടെ വീടിൻ്റെ കാർ പോർച്ചിലേക്ക് കയറ്റാൻ നമ്മൾക്ക് അറിയുമായിരിക്കാം. എന്നാൽ മറ്റൊരു വീട്ടിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ കാർ പോർച്ചിലേക്ക് കയറ്റി വെക്കാനും അവിടെ നിന്നും ഇറക്കാനും ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയണം. ഇവിടുത്തെ കുറച്ച് സ്പെഷ്യൽ കേസാണ് ഇവിടെ നിങ്ങൾ നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു കാർ ഇപ്പോൾ കാർ പോർച്ചിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്നും കാറ് റിവേഴ്സ് എടുക്കാനാണ് പോകുന്നത്. ലെഫ്റ്റ് സൈഡിലെ ഗ്യാപ്പ് നിങ്ങൾ കാണുക, അതേപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള ഒരു ഗ്യാപ്പും കാണുക. കറക്റ്റായിട്ട് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഇവിടെ നിന്നും വാഹനം കൃത്യമായിട്ട് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ. മിററുകൾ കൃത്യമായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ടയർ മനസ്സിലാവുന്ന പോലെ ആയിരിക്കണം മിററിൻ്റെ സെറ്റിംഗ്. അങ്ങനെ കൃത്യമായിട്ട് സെറ്റ് ചെയ്തെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് വണ്ടി പുറത്തേക്ക് എടുക്കാൻ കഴിയുന്നതാണ്. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ നിന്നും പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഇതാ ബാക്ക് ഭാഗം ഇവിടെ ഒരു തൂണുണ്ട്. ആ തൂണിന് മുട്ടാതെ നമ്മൾ പുറത്തേക്ക് ഇറക്കണം. അതേപോലെ തന്നെ ഗേറ്റ് നിങ്ങൾക്ക് കാണാം. ഇതാ ഈ ഒരു ഗേറ്റിലൂടെയാണ് പുറത്തേക്ക് വണ്ടി എടുക്കേണ്ടത്. കണ്ടില്ലേ, ഈ ഒരു ഗ്യാപ്പ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് നമ്മൾക്ക് ശരിക്കും റൈറ്റ് മിററിലൂടെ കാണാൻ കഴിയണം. കണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് വണ്ടി ബാക്കിലേക്ക് എടുക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇത് ശ്രദ്ധിച്ച് മാത്രമേ വണ്ടി റിവേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇങ്ങനെ ഒരു പൊസിഷനിൽ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ സ്റ്റിയറിംഗ് എങ്ങോട്ടേക്ക് തിരിക്കണം? സ്വാഭാവികമായിട്ടും നമ്മൾക്കറിയാം സ്റ്റിയറിംഗ് എങ്ങോട്ടേക്ക് തിരിക്കണം. ഇവിടെ ഇപ്പോൾ ഇതാ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ടാണ് വണ്ടി പുറത്തേക്ക് എടുക്കുന്നത്. ഒരുപാട് കൂടുതൽ തിരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ വണ്ടി തിരിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുന്ന സമയത്ത് ലെഫ്റ്റ് കൃത്യമായിട്ട് നോക്കണം. അത് കൂടാതെ തന്നെ വണ്ടിയുടെ റൈറ്റ് കൂടെ നോക്കണം. ഫ്രണ്ട് റൈറ്റ് നോക്കണം. വണ്ടിയുടെ ബാക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം റൈറ്റ് സൈഡിലേക്ക് പോകും. ഇപ്പോൾ ലെഫ്റ്റിലേക്ക് തിരിച്ചുകൊണ്ടാണ് വണ്ടി എടുക്കുന്നത്. ഫ്രണ്ട് റൈറ്റ് കൃത്യമായിട്ട് നോക്കണം. ഇതാണ് പലപ്പോഴും പലരും മറന്നു പോകുന്നത്. അങ്ങനെ റൈറ്റ് ശ്രദ്ധിക്കാതിരുന്നാൽ, ഫ്രണ്ട് ഭാഗം ശ്രദ്ധിക്കാതിരുന്നാൽ അവിടെ പലയിടത്തും തട്ടി പ്രോബ്ലംസ് ഉണ്ടാവും. ഇവിടെ നിങ്ങൾ നോക്കുക, കൃത്യമായിട്ട് ഫ്രണ്ട് റൈറ്റ് ഭാഗം ശ്രദ്ധിക്കണം. ഇവിടെ ഒരു തൂണുണ്ട്, അല്ലെങ്കിൽ സൈഡ് ഒരയാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ബാക്ക് ഭാഗം. ബാക്ക് നിങ്ങൾ നോക്കുക, പതിയെ 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 ബാക്കിലേക്ക് പോകുന്നു. റൈറ്റ് സൈഡ് നോക്കൂ നിങ്ങൾ. റൈറ്റ് സൈഡ് ഇതാ പില്ലറിനോട് ചേർന്നിട്ടാണ് പോകുന്നത്. അതായത് ഗേറ്റിൻ്റെ ആ ഒരു പില്ലറിനോട് ചേർന്നിട്ട് പോകുന്നു. എന്നാലൊരു ഗ്യാപ്പ് ഉണ്ട്. വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. പതിയെ വണ്ടി ബാക്കിലോട്ട് പോകുന്നു. ഇപ്പോൾ ടയർ സ്റ്റഡി ആക്കിയിട്ടാണ് ഉള്ളത്. പതിയെ പതിയെ വണ്ടി ബാക്കിലേക്ക് പോകുന്നു. ഈ ഒരു പില്ലറിൽ നിന്നും പുറത്തേക്ക് ടയർ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഫുള്ളായിട്ട് റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ട് വണ്ടി എടുക്കാവുന്നതാണ്. റോഡിലൂടെ മറ്റു വാഹനങ്ങളും പോകുന്നുണ്ട്. അതുകൂടെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നോക്കുക, പതിയെ വണ്ടി പിന്നെയും ബാക്കിലേക്ക് തന്നെ പോകുന്നു. എത്ര പോകണം? ആക്ച്വലി ഈ ഒരു ഗേറ്റിൻ്റെ പില്ലർ കഴിയുന്നത് വരെ ടയർ ബാക്കിലേക്ക് തന്നെ പോകണം. കണ്ടില്ലേ, സ്ട്രെയിറ്റ് ആയിട്ട് ബാക്കിലേക്ക് പോകണം. നോക്കിയേ നിങ്ങൾ. ഇപ്പോൾ ഇതാ ഈ ഒരു പില്ലർ കഴിഞ്ഞിരിക്കുന്നു. നോക്കിയേ, കൃത്യമായിട്ട് ടയർ അങ്ങോട്ടേക്ക് മൂവായി കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? സ്റ്റിയറിങ് ഫുള്ളായിട്ട് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് നമുക്ക് വണ്ടി ബാക്കിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി റൈറ്റ് സൈഡിൻ്റെ പേടി വേണ്ട, അവിടെ വരെ നിന്നുള്ള പേടി വേണ്ട. കൃത്യമായിട്ട് നമുക്ക് ബാക്കിലേക്ക് എടുക്കാം. ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇനി ശ്രദ്ധിക്കേണ്ടത് വണ്ടിയുടെ ലെഫ്റ്റ് സൈഡാണ്. വണ്ടിയുടെ ലെഫ്റ്റ് ബാക്ക് സൈഡ് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ലെഫ്റ്റ് ഫ്രണ്ട് സൈഡും ശ്രദ്ധിക്കണം. എവിടെയും തട്ടിപ്പോകാതിരിക്കാനുള്ള ശ്രദ്ധ നമ്മൾക്ക് ഉണ്ടായിരിക്കണം. പതിയെ വണ്ടി ബാക്കിലേക്ക് എടുക്കുന്നു. ഫ്രണ്ട് ഇതാ കറക്റ്റായിട്ട് പാസ്സായിരിക്കുന്നു. ഇനി ബാക്ക് കോർണറാണ് നോക്കേണ്ടത്. ബാക്ക് ലെഫ്റ്റ് കോർണർ നമ്മൾ നോക്കണം. അത് നോക്കിക്കൊണ്ടാണ് വണ്ടി എടുക്കുന്നത്. മതിലിന് തട്ടാൻ വേണ്ടിയിട്ട് പാടില്ല. വണ്ടി ഇതാ ബാക്കിലേക്ക് എടുത്തിരിക്കുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത്? കൃത്യമായി റോഡിലേക്ക് ഇറങ്ങി ഇനി ടയർ സ്ട്രെയിറ്റ് ചെയ്യണം. ടയർ സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ട് മുൻപിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വണ്ടി ഇതേപോലെ മുന്നിലേക്ക് കൊണ്ടുപോകാം. ഇതാണ് ഒരു മെത്തേഡ് കറക്റ്റായിട്ട് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഇതാ ഈ വണ്ടി വീണ്ടും പോർച്ചിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോഴും ശ്രദ്ധിക്കണം, മതിലിനോട് ചേർത്ത് റിവേഴ്സ് വരുന്നു. റിവേഴ്സ് വന്നിട്ട് കൃത്യമായിട്ട് ടയർ എവിടെ എത്തുമ്പോഴാണ് സ്റ്റിയറിംഗ് തിരിക്കേണ്ടത്? വലത്തേക്ക്. അതായത് പില്ലറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ടയർ കൃത്യമായിട്ട് എത്തുന്ന സമയത്ത് സ്റ്റിയറിംഗ് എങ്ങോട്ടേക്ക് തിരിക്കാം? വലത് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിക്കാവുന്നതാണ്. നോക്കിയാൽ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇതാ ഈ ഒരു പില്ലറിൻ്റെ ഭാഗത്തേക്ക് ടയർ എത്തിയ സമയത്ത് എന്ത് ചെയ്യുന്നു? സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് വലത് സൈഡിലേക്ക് തിരിക്കുന്നു. തിരിച്ചുകൊണ്ട് റിവേഴ്സ് എടുക്കുന്നു. കറക്റ്റായിട്ട് റിവേഴ്സ് എടുത്ത് കയറ്റി കഴിഞ്ഞാൽ നമ്മൾക്ക് വണ്ടി ഫ്രണ്ടിലേക്ക് എടുത്ത് പോകാവുന്നതാണ്. അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ സ്റ്റിയറിംഗ് ഫുള്ളായി വലത് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് വണ്ടി ബാക്കിലേക്ക് എടുക്കുന്നു. നോക്കിയാൽ നിങ്ങൾ ഇതാ കൃത്യമായിട്ട് ബാക്കിലേക്ക് വരുന്നുണ്ട്. ഇതാ ഈ ഒരു സൈഡിലേക്ക് വണ്ടി വരുന്നുണ്ട്. നോക്കിയാൽ നിങ്ങൾ കണ്ടില്ലേ? പതിയെ പതിയെ വണ്ടി എടുക്കുന്നു.
ഇതാ ബാക്കിലേക്ക് പതിയെ കയറുകയാണ്. ഇവിടെ ഒരു റൈറ്റ് സൈഡിലൊരു തൂണുണ്ട്. ആ തൂണ് കൂടെ ശ്രദ്ധിച്ചിട്ടാണ് ബാക്കിലേക്ക് എടുക്കുന്നത്. പെട്ടെന്ന് ബാക്കിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. പതിയെ പതിയെ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. നോക്കി നിങ്ങൾ, പതിയെ വണ്ടി ബാക്കിലേക്ക് വരുന്നു. കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് വരുന്നു. ഇത് ഈ ഒരു ലെഫ്റ്റ് സൈഡ് കൂടെ ശ്രദ്ധിക്കണം. അതുകൂടെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ സൈഡ് ഒരയാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടില്ലേ, ഇത് ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഇപ്പോൾ ഇതാ മാക്സിമം ബാക്കിലേക്ക് എടുത്തിട്ട് പിന്നീട് എന്താ ചെയ്യേണ്ടത്? പിന്നീട് ലെഫ്റ്റ് സൈഡിലേക്ക് പോകാനാണ് ശ്രമിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് അങ്ങോട്ട് തിരിക്കണം. കൃത്യമായിട്ട് ലെഫ്റ്റിലേക്ക് തിരിച്ചുകൊണ്ട് വണ്ടി മുൻപിലേക്ക് എടുക്കുന്നു. ഇവിടെ വളരെയധികം ശ്രദ്ധിക്കണം. സൈഡ് നിങ്ങൾ കൃത്യമായി കണ്ടിരിക്കണം. ടയറിൻ്റെ പൊസിഷൻ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സ്റ്റിയറിംഗ് ഫുള്ളായി ലെഫ്റ്റിലേക്ക് തിരിച്ചുകൊണ്ട് വണ്ടി മുൻപിലേക്ക് എടുക്കാനാണ് പോകുന്നത്. മുൻപിലേക്ക് എടുക്കുന്ന സമയത്ത് ഒറ്റ ടേക്കിൽ നമുക്ക് എടുക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് റൈറ്റ് സൈഡ് ഇതാ ഇവിടെ ടച്ച് ആവാൻ വേണ്ടി പോകുന്നുണ്ട് അല്ലേ, മതിലിൻ്റെ ടച്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ എന്ത് ചെയ്യണം? ഒന്ന് ബാക്കിലേക്ക് എടുക്കണം. ബാക്ക് സൈഡിലേക്ക് തിരിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് റൈറ്റ് സൈഡിലേക്ക് ഓടിക്കാൻ വേണ്ടി മറന്നു പോകരുത്. അങ്ങനെ തിരിച്ചിട്ട് നിങ്ങൾക്ക് റിവേഴ്സ് എടുക്കാം. എന്നിട്ട് വണ്ടി മുൻപോട്ടേക്ക് എടുക്കാവുന്നതാണ്. ലെഫ്റ്റ് സൈഡ് ചേർത്ത് മുൻപോട്ടേക്ക് എടുക്കുക. അങ്ങനെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് വണ്ടി ഇതേപോലെ മുൻപിലേക്ക് കൊണ്ടുപോകാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.